DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നു മുതൽ കാലവർഷം ശക്തമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലവർഷം ദുർബലമായിരുന്നു. ഇന്ന് 8 ജില്ലകളിലാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴ പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തറിയിപ്പ്, ജനസംഖ്യാ വർധനവിന് ആനുപാതികമായി ഭരണ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിൽ പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുകയാണ്. വലിയ ജില്ലകൾ വിഭജിക്കുന്നതിനായി ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. പുതിയ സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. മൂവാറ്റുപുഴ, തിരൂർ, മഞ്ചേരി, ഷൊർണൂർ, വടകര, നെയ്യാറ്റിൻകര തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയ ജില്ലകൾ വേണമെന്ന നിവേദനങ്ങൾ സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. അടുത്തറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡുവായ 2000 രൂപയുടെ വിതരണം കേന്ദ്ര സർക്കാർ നിർവഹിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി DBT വഴി ഒരു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറിയത്. കേരളത്തിലെ ഏകദേശം 27 ലക്ഷത്തോളം കർഷക കുടുംബങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയ കർഷകർക്ക് തുക മുടക്കം കൂടാതെ ലഭിക്കും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഘട്ടങ്ങളായി തുക ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇനിയും തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. വരും മണിക്കൂറുകളിൽ തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക മാറ്റമില്ലാതെ 2000 രൂപയായി തന്നെ തുടരും. പുതിയ ഇടക്കാല ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. ജൂൺ മാസത്തെ പെൻഷൻ ഈ മാസം 25-ാം തീയതിയോടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നതാണ്. കൈകളിൽ നേരിട്ട് വാങ്ങുന്നവർക്ക് ജൂലൈ 5-നകം വിതരണം പൂർത്തിയാക്കും. വരുമാന സർട്ടിഫിക്കറ്റും വിധവ, അവിവാഹിത പെൻഷൻകാർക്കുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ ഇനി 9 ദിവസത്തെ സമയം കൂടിയാണുള്ളത്. എന്നാൽ 2019 ഡിസംബറിന് മുൻപ് പെൻഷൻ അനുവദിക്കപ്പെട്ടവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയാകും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.